ബഹുമാനപ്പെട്ട ഇമാം ശൈഖ് മുത്തവല്ലി ഷഅറാബിയുടെ റഹിമഹുല്ലാഹ് സജദയിലെ 17ാമത്തെ ആയത്തിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ ഇവിടെ വായിക്കാം. അവരുടെ ഖവാത്തുൽ ഈമാനിയ എന്ന അവരുടെ 10-20 വാളിലും വിശാലമായ തഫ്സീറാണ് എൻ്റെ കയ്യിലുള്ളത്. ശ്രദ്ധിക്കുക. ഖുൽനാ, ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ഖുൽനാ, മഹാനായ ശൈഖ് മുത്തവല്ലി ഷഅറാബി റഹിമഹുല്ലാഹ് 20ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള മഹാപണ്ഡിതനായ മുസ്ലിം ലോകത്തിന്റെ വലിയ നേതാവായിരുന്ന ശൈഖ് മുത്തവല്ലി ഷഅറാബി അശ്ശാഫിഈ റഹിമഹുല്ലാഹ് കിഴക്കും പടിഞ്ഞാറും ശർക്കിലും ഉറപ്പിലും എല്ലാ ലോകവും 20ാം നൂറ്റാണ്ടിൽ അംഗീകരിച്ച മഹാനാണ് ശൈഖ് മുത്തവല്ലി ഷഅറാബി റഹിമഹുല്ലാഹ്. 20ഓളം വാള്യത്തിൽ നീണ്ടുകിടക്കുന്ന പ്രവിശാലമായ ബഹുമാനപ്പെട്ടവരുടെ പരിശുദ്ധ ഖുർആന് അവർ നൽകിയ തഫ്സീറാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. എന്താ പറയുന്നത്? فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഈ ആയത്തോടിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇന്നൽ ഹഖ സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല അഖ്ഫ, രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, അസ്റാറൽ ഖൽഖി, അസ്റാറൽ ഖൈരി, ആ ഖൈറിന്റെ രഹസ്യങ്ങളെ, അനിൽ ഖൽഖി, സൃഷ്ടികളെ തൊട്ട്. അതായത് പരലോകത്തെ ഖൈറിന്റെ രഹസ്യങ്ങളെ അല്ലാഹു തആല സൃഷ്ടികളെ തൊട്ട് പൂർണ്ണമായും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. വലം യുഅതിഹിം മിൻഹാ ഇല്ലാ ഖദ്രി ഹാജതിഹിം മിൻഹാ, പൂർണ്ണമായി ഒരാൾക്കും അത് അല്ലാഹു നൽകിയിട്ടില്ല. വലം യുഅതിഹിം മിൻഹാ, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല, ആ അസ്റാറിൽ നിന്ന് അല്ലാഹു തആല നൽകിയിട്ടില്ല, ഇല്ലാ അലാ ഖദ്രി ഹാജതിഹിം മിൻഹാ, അവർക്ക് ചില പ്രത്യേകമായ ആവശ്യത്തിന്റെ അളവനുസരിച്ചിട്ടല്ലാതെ അതിന്റെ രഹസ്യങ്ങളെ അല്ലാഹു തആല ഒരു സൃഷ്ടിക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, അത്ര വലിയ നേട്ടത്തിനൊക്കെ നമ്മൾ ഇവിടെ അമൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ അമൽ ചെയ്യുന്നത് നമ്മുടെ തയ്യാറാകലാണ്. നമ്മളെ ഖദറിന് ചെയ്താൽ മതി. അള്ളാഹുവിൻ്റെ ഖദറും നമ്മളെ ഖദറും വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ ഖദർ അനുസരിച്ച് ചെയ്താൽ മതി. അള്ളാഹുവിൻ്റെ ഖദറിന് അറ്റല്ല, നമ്മുടെ ഖദറിന് അറ്റുണ്ട്. അപ്പോൾ നമ്മൾ എത്ര അമൽ ചെയ്താലും അതിനൊരു പരിധിയുണ്ട്. അള്ളാഹു ചെയ്താൽ അതിന് പരിധിയില്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് പരിധിയില്ല, അത് അവൻ്റെ ഖദറാണ്. നമ്മുടെ അമലിന് പരിധിയുണ്ട്, അത് നമ്മുടെ ഖദറാണ്. നമ്മൾ സ്കെച്ചാ പരിധിയുണ്ട്, നമ്മൾ നോമ്പോറ്റാ പരിധിയുണ്ട്, നമ്മൾ തഹജ്ജുദ് സ്കെച്ച പരിധിയുണ്ട്, അതിനൊക്കെ പരിധിയുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ പരിധിയുള്ള ആളുകളാണ്. അല്ലാഹുവിനോ അവന്റെ നന്മകൾക്ക് പരിധിയില്ല, അവൻ നമുക്ക് ചെയ്തു തരുന്ന നേട്ടങ്ങൾക്ക് പരിധിയില്ല. എന്തുകൊണ്ട്? അവന്റെ കഴിവിന് പരിധിയില്ല. നമ്മൾ അമൽ നോക്കിയല്ല അള്ളാഹു നമുക്ക് നൽകുക, അവന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അള്ളാഹു തരട്ടെ, ഉറക്ക പറയുക, അള്ളാഹു തരട്ടെ. നമ്മളെ ഖദർ അനുസരിച്ചല്ല, നമ്മളെ അമലിന്റെ ഖദറല്ല. നമ്മളെ അമലിന്റെ ഖദർ നമ്മുടെ ഖദറാണ്. എന്നാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അവന്റെ ഔദാര്യമാണ്. ആ ഖദറിനൊരു ഖദറില്ല. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇങ്ങനെയുള്ള മഹാസൗഭാഗ്യങ്ങൾക്കനുസരിച്ചൊന്നും നമ്മളിവിടെ അമലുകൾ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഈ നിസ്സാരമായ അമലുകൾക്ക് അത്ര കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണമോ എന്ന്? നീ നിന്റെ ഖദറിൽ ചെയ്താൽ മതി, അതിന് പരിധിയുണ്ട്. തിരിച്ച് അള്ളാഹു തരുന്നതിന് പരിധി ഇല്ല, പരിധിയില്ല. فإذا أراد الله أن يجازي عباده المؤمنين, മുഅ്മിനീങ്ങളായ അടിമകൾക്ക് പ്രതിഫലം കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, لا يجازيهم بما يعملون من خيرات الدنيا وإمكاناتهم فيها, അവർ ചെയ്തു വെച്ച ഖൈറുകൾക്ക് അനുസരിച്ചല്ല നൽകുക. അവർക്കൊരു പരിധിയുണ്ട്, അവർ ആ പരിധിക്കനുസരിച്ച് അവർ ചെയ്യൂ. പിന്നെ എങ്ങനെയാ ചെയ്യുക? وإنما يجازيهم بما هو يعلم سبحانه وبما يتناسب مع إمكانات قدرته وهذه الإمكانات. അള്ളാഹുവിന്റെ നമ്മളെ പരിധിക്ക് അമൽ ചെയ്തു, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് പ്രതിഫലം നൽകുന്നു. അള്ളാഹുവിന്റെ സൗകര്യം അനുസരിച്ചും ആ സൗകര്യത്തിന് ഒരു വാക്ക് കൊണ്ട് ഒരു സെന്റൻസ് കൊണ്ട് പറയാൻ കഴിയില്ല.
നമ്മളെ നിസ്കാരത്തെ ഒരു സെന്റൻസ് കൊണ്ട് പറയാൻ കഴിയും, നമ്മുടെ നോമ്പിനെ ഒരു സെന്റൻസ് കൊണ്ട് പറയാൻ കഴിയും, നമ്മുടെ സ്വതക്കയെ ഒരു സെന്റൻസ് കൊണ്ട് പറയാൻ കഴിയും. എന്നാൽ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ഒരു സെന്റൻസ് കൊണ്ട് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ സൗകര്യങ്ങളെല്ലാം അതിനെപ്പറ്റി ഒരു ഭാഷയിൽ പറയാൻ നമുക്ക് കഴിയുകയില്ല. സ്വർഗത്തിൽ അള്ളാഹ് ഒരുക്കി വെച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു ഭാഷയിൽ പറയാൻ നമുക്ക് കഴിയുകയില്ല. കുട്ടികൾ നല്ല ഉഷാറിലിരിക്കണം കേട്ടോ. അത്ഭുതകരമായ വ്യാഖ്യാനം ആണ് ഈ മഹാൻ പറയുന്നത്. ഭയങ്കര ചിന്തിക്കണം. അതായത് നമുക്കൊരു പരിധി ഉണ്ട്, ആ പരിധിയിൽ നമ്മൾ അഭിനയിച്ചു. പകരം അള്ളാഹ് നമുക്ക് നമ്മളെ സൗകര്യത്തിൽ അമലരുത്, അതിന് പരിധി ഉണ്ട്. അള്ളാഹുവിന്റെ സൗകര്യത്തിൽ ആ പ്രതിഫലം തരുന്നത്, അതിന് പരിധി ഇല്ല. പരിധി ഇല്ലാത്തത് കൊണ്ട്, അള്ളാഹിന്റെ സൗകര്യത്തിൽ പരിധി ഇല്ലാത്തത് കൊണ്ട്, ആ പരിധിയില്ലാത്ത സൗകര്യത്തിൽ അവൻ ചെയ്യാൻ തയ്യാറായത് കൊണ്ടും ഈ പരിധിയിലുള്ള നമുക്ക് അതിനൊരു ഭാഷയിൽ പറയാൻ കഴിയില്ല. നമ്മളെ ഇടയിൽ തന്നെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ഭാഷ പറയാൻ കഴിയില്ലല്ലോ. ഉദാഹരണം പറയാം, ശർക്കരയുടെ മധുരം പറയും. ശർക്കരയുടെ മധുരം എങ്ങനെയാണ്? പറയും. അടിയുടെ വേദന എങ്ങനെയാണ്? പറയും. ശർക്കരയുടെ മധുരം എങ്ങനെയാണ്? നിസ്സാരമായി 45 റുപ്യക്ക് അങ്ങാടി കിട്ടുന്ന ശർക്കരയുടെ വായിലിട്ടാനുള്ള മധുരം ശർക്കര എങ്ങനെയാന്ന് പറയാം. അതിൽ എത്ര മായം കലർത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ പറയാം. അതിന്റെ മധുരം പറയാൻ പറയും. മധുരം പറയുന്നാല് ശർക്കരയുടെ മധുരത്തിന് ഒരു ഭാഷയിൽ പറയാൻ കഴിയില്ല. ഒരാൾ ശർക്കരയുടെ മധുരത്തിൽ തർക്കിക്കുകയാണെങ്കിൽ കുറച്ച് ശർക്കര അവന്റെ വായിലിട്ട് കൊടുക്കുന്നല്ലാതെ പരിഹാരമില്ല. എന്തുകൊണ്ട്? അതിനെപ്പറ്റി ഒരു ഭാഷയിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. നിസ്സാരമായ ശർക്കരയുടെ വ്യാഖ്യാനം നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെയും വ്യാഖ്യാനം പറയാൻ കഴിയും. മഹാൻ പറയാണ്, അതിനെപ്പറ്റി ഒരു ഭാഷയിൽ ഒരു ഭാഷയോ ഒരു പദമോ ഒരു സെന്റൻസോ കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരു ഭാഷയുടെ പദത്തിന് അള്ളാഹുവിന്റെ സൗകര്യങ്ങൾക്ക് അതിനൊരു ഭാഷയിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ല, കഴിയില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ, ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെയുള്ള പ്രശ്നം എന്തറിയോ? യഥാർത്ഥ ഭാഷ ഇവിടേക്ക് മുഴുവനും കൂടി വരൂല. ശർക്കരയുടെ മധുരം നമ്മളവിടെ ഉണ്ട്, പക്ഷെ ഇവിടേക്ക് വരില്ല. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഅല ലിസാനു അലൽ ഫുആദി ദലീലാ. നല്ല മനസ്സ് നമുക്ക് തുറന്നു തരട്ടെ. ഉഷാറായിരിക്കും. ഇനി ഇതിന്റെ അപ്പുറത്തൊരു വ്യാഖ്യാനമുണ്ട്. യഥാർത്ഥത്തിൽ സംസാരം ഹൃദയത്തിലാണ്. ഹൃദയത്തിലുള്ളതിന്റെ ഒരു അടയാളം മാത്രമാണ്, ഒരു ലക്ഷ്യം മാത്രമാണ്, ഒരു അടയാളം മാത്രമാണ് നാവിൽ വരിക. ഹൃദയത്തിലുള്ള പൂർണ്ണമായി അങ്ങനെ ദുനിയാവിൽ അനുഭവിക്കുന്നത് തന്നെ ഹൃദയത്തിലുള്ളത് പൂർണ്ണമായി നാവിൽ പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദുനിയാവിലെ പരിമിതി. എങ്കിൽ ശ്രദ്ധിക്കണം എന്ന്. ഹബീബായ നബി പറഞ്ഞില്ലേ, ഒരു മനുഷ്യനും അത് രൂപപ്പെടുത്താൻ കഴിയുകയില്ല എന്ന്. അലാത്തറ, നിങ്ങൾ ഷാറിലൊന്നും കൂടി ഇരിക്കും. അലാത്തറ, നീ കാണുന്നില്ലേ? ഇന്നമായ യഖൂലു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല സ്വർഗ്ഗത്തെ പറഞ്ഞിടത്ത് പറഞ്ഞ ഭാഷ ഈ കണ്ടില്ലേ? എന്താ കണ്ട്? നല്ല വർത്താന റായത്ത് സൂറത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. സൂറത്ത് മുഹമ്മദിലുമുണ്ട്. മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. സ്വർഗം അങ്ങനെ പറയാൻ കഴിയില്ല, ആരും പറയുന്നില്ല.
എന്താ ഉറങ്ങുന്നത്? സ്വർഗം അങ്ങനെ, സ്വർഗത്തെ പൂർണ്ണമായി അള്ളയും പറയണില്ല. എന്തുകൊണ്ട്? അത് ഈ ജീവിതത്തിൽ അപ്രകാരം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. മസലുൽ ജന്ന, സ്വർഗത്തിന്റെ അല്ല പറയാ സ്വർഗത്തിനെ ലക്ഷ്യം ചെയ്യുന്നു. അതിന്റെ ഉദാഹരണം ഇപ്പോൾ ഓതിയത് റായത് 15-ാമത്തെ ആയത്ത്, റായത് 35-ാമത്തെ ആയത്ത്. ഇനി സൂറത്ത് മുഹമ്മദിൽ 15-ാമത്തെ ആയത്ത് ഓത്. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വഅൻഹാറും മിൻ ഖംറിൻ ലദത്തിൽ ലിശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫാ. അല്ലേ എങ്ങനെ ഓട് എങ്ങനെ ഓട് കുട്ടികളെ ഓട്. ഏതാ സൂറത്ത്? ആദ്യം ഓതിയത് റായത് 35, ഇപ്പോൾ സൂറത്ത് മുഹമ്മദിൽ 15. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, മസൽ ഉദാഹരണം. സ്വർഗത്തിന്റെ ആരപ്പ പറയണത്? അല്ലാഹു പറയാ ഉദാഹരണം. അല്ലാതെ അതിന്റെ അപ്പടി ദുനിയാവിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹു തന്നെ എന്തേ പറഞ്ഞുള്ളൂ? സ്വർഗത്തിന്റെ നിഴൽ. നമുക്ക് ഇതുവരെ കിട്ടിയതും സ്വർഗത്തിന്റെ എന്താണ്? നിഴല. മസൽ ഒരായത്തല്ല, രണ്ടാമത്തെ ആയത്ത് പിന്നെ ഓടി. സൂറത്ത് റായദിൽ 35, സൂറത്ത് മുഹമ്മദിൽ 15. മസൽ ഒരേ ഭാഷ. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. ആ മിസാൽ എന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിയാൽ പിന്നെ വേറുള്ള കാര്യം എന്താ? മിസാൽ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഒറിജിനലോ എന്താ മിസാല്? ഫീഹാ അൻഹാറും മിൻ മാഇൻ, അതിൽ വെള്ളത്തിന്റെ പുഴകൾ ഉണ്ട്. ഗൈരി, എത്ര കാലം കഴിഞ്ഞാലും അതിലൊരു ഭാവപ്പകർച്ചയും ഉണ്ടാവുകയില്ല. അത് മുത്തുപോലത്തെ വെള്ളമായിരിക്കും. കോടാനക്കോടി വർഷം ഒരു വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം അവിടെ എടുത്തു കുടിക്കാൻ, ദുനിയാവിൽ വെള്ളം എടുത്തു. നല്ല ശുദ്ധമായ ഗ്ലാസ്, ശുദ്ധമായ കളർ. നാളെ നോക്കിയാലോ ഗ്ലാസിന്റെ കളർ മങ്ങി, വെള്ളത്തിന്റെ കളർ മങ്ങി. ചിന്തിക്ക്. മറ്റന്നാളോ ഗ്ലാസ് പിന്നെ മങ്ങി, വെള്ളം പിന്നെ മങ്ങി. പിറ്റന്നാളോ രണ്ടും മങ്ങി. പിറ്റന്നാൾ ഗ്ലാസിനെ കാണും, വെള്ളം കാണാനാവാത്ത വിധത്തിൽ പച്ച കളറിലുള്ള കുറച്ച് സാധനങ്ങൾ അതിലിങ്ങനെ അടിഞ്ഞു വരും. പിറ്റേന്ന് നോക്കിയാൽ അത് ഒരു പാടയോ. പിറ്റേന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അംശം അതിൽ തീരെ വളരെ കുറവായിരിക്കും. ഉണ്ടാകാൻ ചിലപ്പോൾ ഉണ്ടാവുകയും ഇല്ല, വളരെ കുറച്ചിരിക്കും. എന്തോ ഒരു നീരായ സാധനം, അതിലെന്തൊക്കെയോ ചില കറുത്തതും പച്ചയായ കട്ടപ്പച്ചയായതുമായ ചില സാധനങ്ങൾ പാടയായിട്ടും കൊച്ചു ചെറിയ സാധനങ്ങളായിട്ടും അതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. എന്തിൽ? ഈ ഗ്ലാസ്സിൽ. അതിലെ വെള്ളത്തിന് കാണാൻ തന്നെ കഴിയില്ല ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ. സത്യല്ലേ? പറ, സത്യല്ലേ? ഇതാണ് എന്ത്? ദുനിയാവിലെ വെള്ളം. ഇനി പരലോകത്തുള്ളോ? എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ ശുദ്ധതക്കും അതിന്റെ തെളിവിനും ഒരു വ്യത്യാസവും വരാത്ത പുഴകൾ അതിലുണ്ട്. അതെന്താ? ഇപ്പറഞ്ഞെന്താ സ്വർഗത്തിന്റെ ഉദാഹരണം? അപ്പൊ സ്വർഗത്തായിരിക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ തർക്കിക്കും, യുക്തിവാദി നിരീശ്വരവാദിയും തർക്കിക്കും. അങ്ങനെ വെള്ളമുണ്ടാവോ? അതായത് മിസാലെന്നെ യുക്തിവാദിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പിന്നെണ്ടോ ഒറിജിനൽ സ്വർഗം? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അടുത്ത വരി എന്താ? അടുത്ത വരി പറ. പറയോത്. ഓഹോ, ശരി, എന്റെ കുട്ടികൾ ഓതിയതുപോലെ തന്നെ. ഈ പറഞ്ഞ രസമുണ്ട്. പുഴകളാ, വെള്ളത്തിന്റെ പുഴകൾ. അടുത്ത് പാലിന്റെ പുഴകൾ. അതിന്റെ രുചിക്ക്
എത്ര കോടാന കോടി വർഷം കഴിഞ്ഞാലും അതിന്റെ രുചിക്ക് ഒരു പകർച്ചയും ഇല്ല. നമ്മളോ രാവിലെ വാങ്ങിയ പാല് ശരിക്കും പെട്ടെന്ന് നമ്മൾ തിളപ്പിച്ചിട്ടില്ലെങ്കിൽ 9 മണി 10 മണിക്ക് കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്താവും? മോരോ തൈരോ, ശരിയല്ലേ? പറ, പുളിപ്പ്, പിന്നെ ചെറിയ ചെറിയ കട്ട പായും. പാല് കേടായി എറിഞ്ഞു. രാവിലെ വാങ്ങിയത് കേരളം കണി കൊണ്ടുണരുന്ന നന്മ, ഉച്ചരിനാൽ തിന്മ. പാല് കേരളം കണി കൊണ്ടുണരുന്ന നന്മ, വൈകുന്നേരമായാൽ തിന്മ. ഇതെങ്ങനെയാ? പാലിന്റെ പുഴകൾ എത്ര കോടി വർഷം കഴിഞ്ഞാലും അതിന്റെ രുചിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനത്തെ പാലിന്റെ ഒരു പുഴ സങ്കല്പിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇതൊരു പുഴയല്ല, ഒരുപാട് പുഴകൾ. എങ്ങനെ സങ്കല്പിക്കണം? അതും എന്താണ്? സ്വർഗല്ല, സ്വർഗത്തിന്റെ ധാരണ. നല്ല രസമുണ്ട്. ഇപ്പറഞ്ഞ തന്നെ സ്വർഗത്തിന്റെ ഇപ്പറഞ്ഞ സ്വർഗം അല്ല, സ്വർഗത്തിന്റെ ധാരണ. ഇതന്നെ നമുക്ക് അങ്ങനെ ഇവിടെ നിരാശരവാദികളും നിർബന്ധവാദികളും എന്താ പറയാ യുക്തിവാദികളും കളിയാക്കും. പാലിന്റെ പുഴകളുണ്ട് അത്രേ. പാലിങ്ങനെ ഒഴുകല്ലേ, പാലിങ്ങനെ ഒഴുകണല്ലോ. കുറച്ച് വെള്ളം, കുറച്ച് പാല് വേണ്ടി വരുമല്ലോ. പാലിങ്ങനെ ഒഴുകുക. ഒരു പുഴയല്ല, ഒരുപാട് പുഴ. എന്താ ഒഴുകണ്? വെള്ളത്തിന്റെ പുഴകൾ അപ്പുറത്ത്, പാലിന്റെ പുഴപ്പുറത്ത്. എന്റെ കൂടെ എന്താ? പാലിന്റെ പുഴകളും, പാലിന്റെ പുഴകൾ. ആ പാലിന്റെ രുചിക്ക് എത്ര കോടാന കോടി വർഷം കഴിഞ്ഞാലും യാതൊരു ഭാവപ്പകർച്ചയും ഇല്ല. പിന്നെ എങ്ങനെ ഇതാകട്ടെ? ഈ പറഞ്ഞ സ്വർഗമല്ല, സ്വർഗത്തിന്റെ ഉദാഹരണം. പിന്നെ എങ്ങനെ നമ്മൾ ഒറിജിനൽ സ്വർഗത്തെ ഉൾക്കൊള്ളും? അതിന്റെ രഹസ്യങ്ങൾ അവർക്ക് മുന്നിൽ മറച്ചതാണ്. ചെറിയതൊക്കെ അങ്ങനെ പറയും. ഗൾഫ് പോയാൽ എന്താന്ന് വെച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഗൾഫ് പോയാൽ എന്താ? വലിയ വലിയ റോട്ടുമ്പോൾ വണ്ടി ഓടുന്നത് കാണാം. അപ്പൊ തെരുപ്പറ്റി അതാണോ ഗൾഫ്? എന്താ ഗൾഫ്? ഗൾഫ് എന്താ ഗൾഫ്? ഗൾഫ് എന്നാൽ എന്താ? റോട്ടുമേൽ ഒരുപാട് വിശാലമായ റോട്ടുമേൽ വണ്ടി അങ്ങനെ ഉരുള്ളൂ. അങ്ങോട്ടുള്ള റോഡ് തന്നെ 8-10, ഇങ്ങോട്ട് റോഡും 8-10 ഉണ്ടോ? നിരന്ന് 8-10 വണ്ടികൾക്ക് അങ്ങോട്ട് പോകാം. അത് കാണണല്ലോ. അതാണോ ഗൾഫ്? അത്ര പറയുമ്പോൾ ചിന്തിക്ക്. അതാണ് ഞാൻ അടുത്ത വരി. അതിനേക്കാൾ രസാ. എന്താ അടുത്ത വരി? എന്താ അടുത്ത വരി? അടുത്ത വരി എന്താ? എന്താ അടുത്ത വരി? مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر. കള്ളിന്റെ പുഴകളും, കള്ളിലെ പുഴകൾ. കുടിക്കുന്നവർക്ക് ഏറെ രസദായകമായ കള്ളിന്റെ പുഴകൾ. ക്യൂ നിൽക്കണ്ട, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കണ്ട. കള്ളിന്റെ ഒരു പുഴയല്ല, പുഴകൾ. കള്ളിന്റെ പുഴകളും. ഇതെങ്ങനെ വിശദീകരിച്ചപ്പോ ഒരാൾ എന്നോട് പ്രഭാഷണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കള്ളെന്ന് പറയണ്ട, മുന്തിരിച്ചാറിന്റെ പുഴകളും എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്ത് വേറെ കുഴപ്പം വരും. എന്ത്? എന്ന് പറയുന്ന ആയത്തിൽ മുന്തിരിച്ചാറ് ഹറാമാക്കിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇനി മുന്തിരി നടക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ കള്ളടോ, കള്ള്.
ഒറിജിനൽ കള്ളന്നെ. പക്ഷേ ലദ്ദത്തിൽ ശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ രസദായകമായ ബുദ്ധി ലാ തുസീലുൽ അഖ്ല, ആ കള്ള് ഒരിക്കലും ബുദ്ധിയെ നീക്കി കളയുകയില്ല. വലാ യമസ്സു ബിഹി അസ്ദാ, ആ കള്ളുകൊണ്ട് തലവേദന ഉണ്ടാകൂല, ആ കള്ളുകൊണ്ട് അഖ്ല് നീങ്ങിപ്പോകൂല, ഒന്നും ഉണ്ടാവില്ല. ലദ്ദത്തിൽ ശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ രസദായകമായ. അപ്പോൾ കള്ളിന്റെ പഴകൾ ഇങ്ങനെ ഒലിക്ക, നീന്താ മാത്രം എന്ത് വെള്ളം നിറയരുത്, നീന്താ മാത്രം വെള്ളം നിറയരുത്, നീന്താ മാത്രം പറ കള്ള് അങ്ങനെ ഒലിക്ക. അള്ളാഹു അതൊക്കെ കുടിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. പറയേ എന്താ കള്ളു കുടിക്കാന്ന് പറയുമ്പോൾ ഒരു വിളങ്ങേറ് ദുനിയാവിലെ കള്ളല്ലടോ. അതോ ഇപ്പറഞ്ഞതോ സ്വർഗല്ല, സ്വർഗത്തിന്റെ ഉദാഹരണം. പിന്നെ അടുത്ത വരി എന്താ? അടുത്ത വരി എന്താ? അടുത്ത വരി എന്താ? مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. ശുദ്ധമായ ഏറെ ശുദ്ധമായ കള്ളിന്റെ പുഴകളും വഅൻഹാറും മിൻ അസലിൻ, തേനിന്റെ പുഴകളും വഅൻഹാറും മിൻ അസലിൻ മുസഫാ, ഏറെ ശുദ്ധമായ തേനിന്റെ പുഴകളും. തേനിങ്ങനെ ഒലിക്ക പുഴ, ഒരു വഴിയല്ല രണ്ടു വഴിയല്ല, പുഴകള്. എന്താ പുഴയിലുള്ളത്? പെട്ടിത്തേനല്ല. നിങ്ങളെന്ത് വിചാരിച്ചേ? റബ്ബർ തോട്ടത്തില്, തെങ്ങിൻ തോട്ടത്തിൽ പെട്ടി കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ആരും കാണാതെ ബഹുമാനപ്പെട്ട ഉടമക്കാരൻ പഞ്ചസാര തീറ്റിച്ചിട്ടുണ്ടാക്കുന്ന പെട്ടിത്തേൻ അല്ല. പിന്നെന്താ? വഅൻഹാർ മിൻ അസലിൻ മുസഫാ, ഏറെ ശുദ്ധമായ തേനിന്റെ പുഴകളും. തേനിങ്ങനെ ഒഴുകുക, തേനിന്റെ പുഴകൾ. എന്നിട്ടിത് എന്താണ്? തേനിന്റെ പുഴകൾ. എന്നിട്ടിത് എന്തുവാണ്? മസലുൽ ജന്നത്തില്ലത്തി മസൽ ഉദാഹരണം. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? മസൽ. ഒരാൾക്ക് ഉപ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പുമാങ്ങയിലിട്ട് വെള്ളം കുറച്ച് വായിൽ ഒഴിച്ചു കൊടുത്തു. അതേക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉപ്പുമാങ്ങൻ്റെ വെള്ളം ആർക്കും കുടിക്കാം. ഉപ്പോ വിവരം അറിയും. ഉപ്പ് അങ്ങനെ വായിലിട്ട് തിന്നാൽ വിവരം അറിയും. മനസ്സിലായോ? ഒരാൾക്ക് ഉപ്പെന്താ ഞാൻ കണ്ടിട്ടില്ല, ഉപ്പെന്താ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം ഉപ്പിലിട്ടയിലെ വെള്ളം കുറച്ച് വായിൽ ഒഴിച്ചു കൊടുത്തു. ഇത് കുഴപ്പമില്ലല്ലോ, 2 ഗ്ലാസ് 3 ഗ്ലാസ്സൊക്കെ കുടിക്കാലോ. ഉപ്പോ വിവരം അറിയും. ഉപ്പാണ് തിന്നാല്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതിന്റെ ഉദാഹരണം ഈ പറഞ്ഞ എന്താ? സ്വർഗത്തിന്റെ പറ മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. അപ്പോഴോ മനുഷ്യന് പറയാൻ കഴിയൂല, ഒരാൾക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ മനുഷ്യന് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹീന യശ്റഹു ലനാ നഈമുൽ ജന്ന, സ്വർഗ്ഗത്തിലെ മഹാസൗഭാഗ്യങ്ങളെ നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ, വഹീന യസിഫുഹാ, അതിനെ വസ്ഫ് പറഞ്ഞു തരുമ്പോഴും, യുഅതീനൽ മിസാൽ ലൽ ഹഖീഖ, അല്ലാഹു തന്നെ നമുക്ക് എന്തേ തരുന്നുള്ളൂ, ഹഖീഖത്ത് തരുന്നില്ല. എന്തേ തരുന്നുള്ളൂ? മിസാൽ. അപ്പൊ എന്തായിരിക്കും? ഒന്ന് ഉറക്കെ ചൊല്ലുക. അഷ്ഹദു അല്ലാ, ഉറക്കെ മനസ്സറിഞ്ഞ് സ്വർഗം കിട്ടണമെന്ന നിയത്തിൽ ചൊല്ല്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅഊദു ബിക മിനൻ നാർ
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഉറക്കെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഹീന യശ്റഹു ലനാ നഈമൽ ജന്ന സ്വർഗ്ഗത്തിലെ മഹാസൗഭാഗ്യങ്ങൾ നമുക്ക് വിശദീകരിക്കുമ്പോൾ വഹീന യസിഫുഹാ സ്വർഗ്ഗത്തിന്റെ വസ്ഫ് പറഞ്ഞു തരുമ്പോഴും യുഅതീന നമുക്ക് നൽകുന്നത് അൽ മിസാൽ ഉദാഹരണം മാത്രമാണ്. ലൽ ഹഖീഖ അല്ലാഹു തന്നെ നമുക്ക് എന്ത് തന്നിട്ടില്ല? പറയടോ, എന്ത് തന്നിട്ടില്ല? ലൽ ഹഖീഖ സ്വർഗ്ഗത്തിന്റെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വിശദീകരിച്ചിട്ടില്ല. എന്തേ വിശദീകരിച്ചിട്ടുള്ളൂ? മിസാൽ. ശൈഖ് മുത്തവല്ലി ശഅറാവി റഹ്മത്തുള്ളാഹ് ഈ ആയത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് ഈ പറഞ്ഞത്, എന്റെ വകയല്ല. അപ്പോൾ ഒരാൾക്കും സ്വർഗത്തെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ആവറേജ് മിസാൽ അത്രേ കഴിയും. അല്ലാഹ് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഇതിന് ചില മനോഹരമായ കവിതകൾ നാളെ കേൾപ്പിച്ചിട്ടുണ്ട്. ചില മനോഹരമായ കവിതകൾ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചില രഹസ്യമായ കാര്യങ്ങളിലേക്കുള്ള ചില സൂചനകളും പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിലൂടെ കയറിപ്പോകണം. എന്താണിത്? ആർക്കാ കിട്ടുക? ചിന്തിക്ക്. ഈ ആയത്തിനെ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന ആയത്തിനെ മഹാനായ ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ ദുറുൽ മൻസൂർ എന്ന കിതാബിന്റെ വ്യാഖ്യാനമാണ് വായിക്കുന്നത്. ഈ ആയത്തിനെ സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞെടുത്ത് ആ രഹസ്യങ്ങൾ അല്ലാഹ് മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞെടുത്ത് ലോകം കണ്ട മഹാനായ അഹ്ലുസ് സുന്നയുടെ ഇമാമായ വലിയ മഹാനായ ഹാഫിൾ ജലാലുദ്ദീൻ അസ്സുയൂത്തി അശ്ശാഫിഈ റഹ്മത്തുള്ളാഹ് എന്താ പറയുന്നത് എന്ന് നോക്കാം. ഒരു ഉദാഹരണം പറയാം. عن ابن أبي حاتم أخرج ابن أبي حاتم عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു മുത്തനബിയിൽ നിന്ന് കേട്ട് പറയാ. എന്താ പറഞ്ഞത് നോക്കണം കുട്ടികളെ. ഹബീബായ നബി പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് കൈവശപ്പെടുത്തിയ അതിന്റെ ഉടമക്കാരനായ അല്ലാഹുവാണ് സത്യം, ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം വെളിപ്പെടുത്തി തരാം എന്ന് മുഹമ്മദ് മുസ്തഫ. ലൗ അന്ന ആഖിറ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും അവസാനത്തെ ആള്, സ്വർഗത്തിലെ അവസാനം കേറിയ ആള്, നോക്കണം, സ്വർഗത്തിലെ അവസാനം കേറിയ ആള്, ഇങ്ങോട്ട് നോക്ക്. ആദം നബിയെയും ഖിയാമത്ത് നാൾ വരെയുള്ള ആദം നബിയുടെ മക്കളെയും വിരുന്നൂട്ടാൻ ഒരുങ്ങിയാൽ സ്വർഗത്തിലെ അവസാനം കയറി ആക്കൊരു പൂതി എന്ത് വിരുന്നു കൊടുക്കാം. ആർക്ക്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകൾക്കും ഒരു വിരുന്നു കൊടുക്കാൻ, അഥവാ സ്വർഗവാസികളായ ആളുകൾക്കൊരു വിരുന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ആര്? ആഖിറുൽ ജന്ന, സ്വർഗത്തിലെ അവസാനത്താണ്. സ്വർഗത്തിൽ അവസാനം കയറിയ ആൾക്കൊരു പൂതി എന്ത്? ഒരു വിരുന്നു കൊടുക്കുന്നു. ആർക്ക്? പറ, ആർക്ക്? ഒന്ന് ഉറക്കെ പറയൂ. സയ്യിദുനാ
ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മൊത്തം സ്വർഗവാസികളായ മനുഷ്യന്മാർക്കും ഒരു വിരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. ആര്? സ്വർഗത്തിൽ അവസാനം കയറിയ ആളല്ലേ നിയമത്തിൽ കുറഞ്ഞ ആള്. ഒന്നാം പാർട്ടിക്കാരെ കൊന്ന് കയറി 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 അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ഒന്നാം പാർട്ടി കയറാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഒന്നാം പാർട്ടി കയറാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഒന്നാം പാർട്ടിക്കാരാകാൻ തൗഫീഖ് തരണമേ റബ്ബേ. അവസാനം കയറിയാക്കൊരു പൂതി എന്ത്? ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരെയുള്ള മൊത്തം ജനങ്ങൾ, സ്വർഗവാസികളായ മൊത്തം ജനങ്ങൾക്ക് ഒരു വിരുന്ന് കൊടുക്കാൻ അയാൾ തീരുമാനിച്ചാൽ എല്ലാവരും വിളിച്ച് വിരുന്ന് കൊടുത്ത് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം വെച്ചു കൊടുത്ത് വെള്ളവും വെച്ചു കൊടുത്ത്. എന്നാൽ അള്ളാഹു അയാൾക്ക് കൊടുത്തതിന്റെ ഖജനാവിൽ നിന്ന് ഒരൽപ്പം പോലും കുറഞ്ഞതായി അയാൾക്ക് അനുഭവപ്പെടുകയില്ല. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പാഴൂരിലെ ഒരു ഗൾഫുകാരനായ വലിയ മുതലാളി പാഴൂർക്കാരെ മുഴുവൻ ഇന്ന് വൈകുന്നേരം നോമ്പുറക്കാൻ തീരുമാനിച്ചു. നോക്ക്, പാഴൂരിലെ വലിയ ഗൾഫുകാരനായ മുതലാളി പാഴൂർക്കാരായ ജനങ്ങളെ മൊത്തം നോമ്പുറക്കാൻ തുറപ്പിക്കാൻ വിചാരിച്ചു നോക്കി. എങ്കിൽ ഒന്ന് സ്ഥലം തന്നെ മതിയാവില്ല, ഈ പന്ത് കളി ഗ്രൗണ്ടൊന്നും അതിന് മതിയാവില്ല. നാലോ കൂലിമാടുകാരെ വിളിച്ചിട്ടില്ല. ആരെ മാത്രം? പാഴൂർക്കാരെ മാത്രം ആണ് പെണ്ണ് കുട്ടികളെ വിളിച്ചത് വിരുന്ന് കൊടുക്കാൻ നോമ്പുറപ്പിക്കാൻ തീരുമാനിച്ചാൽ ഏതോ 1, 2, 3, 4 മൈതാനത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സ്ഥലമില്ല. അങ്ങനെയൊക്കെ വിരുന്നൊക്കെ കൊടുത്തു. പിറ്റേന്ന് രാവിലെ പള്ളി കമ്മിറ്റിക്കാർ ഇയാളെടുത്ത് പോയി ചെന്ന് പറഞ്ഞു, പിന്നെ കുഞ്ഞവറാനെ, പള്ളിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. ഒന്നുകാരൻ്റെ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു 100-200 ചാക്ക് സിമെന്റിന് അത്യാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു തന്നെ, നല്ലോണം തന്നെ. പക്ഷെ ചിരിച്ചോണ്ട് പറയണ്ടേ, ഇപ്പൊ എനിക്കൊന്നും പറയാൻ നിർവാഹമില്ല. കാരണം എൻ്റെ കയ്യിലുള്ളത് ഇന്നലത്തെ പരിപാടി തീർന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച മാതിരിയല്ല വന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ചെയ്തോളി. ഞാൻ അവിടെ നിന്ന് പോയിട്ട് 2 ആഴ്ച സെറ്റാട്ടെ, പിന്നെ ഞാൻ അയച്ചുതരാം അല്ലേ പറ. എന്നാൽ ഇത് വലിയ മുതലാളി, പാഴൂരിലെ വലിയ മുതലാളി നേരെ മറിച്ച് സ്വർഗവാസിയായ അവസാനം സ്വർഗത്തിൽ കയറിയാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല സ്വർഗവാസികൾക്കും ഒരു വിരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ ഭക്ഷണം വെച്ച് വെള്ളം വെച്ച് എല്ലാം വെച്ചു കൊടുത്തു. എന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? അല്ലാഹു തആല അവന് കൊടുത്ത നിഅമത്തിൽ നിന്ന് ഒരൽപ്പം പോലും കുറഞ്ഞതായി അവന് അനുഭവപ്പെടുകയേ ഇല്ല. ഒന്നും ഉണ്ടാവില്ല. പിറ്റേന്ന് സ്വർഗവാസികളെ കണ്ടപ്പോൾ ഇവനൊന്നും തോന്നൂല, നമ്മളെ വയസ്സ് പോയാലും തോന്നൂല. ഒരു വലിയ സംഭവം ചെലവാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഉഷാറായാലും ചിലപ്പോൾ ചെലവാക്കി കഴിഞ്ഞാൽ ഈമാൻ കുറഞ്ഞ ആളുകൾക്കൊക്കെ തോന്നിപ്പോവും. ഈ പരിപാടി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിന്നറിയോ? എന്തുണ്ടായി? ഈ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരാളൊരു കുപ്പി പാലൊന്നും സങ്കല്പിക്കുക. ആ പാൽ എന്ത് ചെയ്തേ? ലേലം മുറിച്ച്. ലൈവിലുള്ള ആളുകളൊക്കെ ലേലത്തിൽ പങ്കെടുത്തു. ഒരു കുപ്പി പാല് 1, 10, 100, 1000, 10000, 20000, 50000, 1 ലക്ഷം, 2 ലക്ഷം, 3,333,000. അല്ലാഹു അക്ബർ എന്ന് അർപ്പിച്ചു. 10 റുപ്യ, 15 റുപ്യ, 20 റുപ്യ. ഒരു കുപ്പി പാലിന് എത്രയാ? ഒരു കുപ്പി പാലിന് 25 റുപ്യ, 40 റുപ്യ നോക്കി. എത്ര പറയും? ഞാൻ 50 റുപ്യ നോക്കി ഒരു കുപ്പി പാലിന്. 3,33,333. ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം കൊടുത്തു. നമ്മൾ ഓൺലൈനിലൂടെ അവനെ വിളിച്ചതിനെ അവൻ്റെ പേരും അഡ്രസ്സും നോക്കി നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കേരളത്തിൽ എവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. കാരണം നമുക്ക് എത്ര കിട്ടാൻ പോണ്? 3,33,333 നമ്മൾ എത്തിച്ചു കൊടുത്തു. എത്രയാണ് കിട്ടിയത്?
50 റുപ്യൻ്റെ പാല് വർഷം കൂലി കിട്ടാം. പക്ഷേ 3,33,333 നമുക്ക് അയച്ചു തരുന്ന നേരത്തെ ഒരു ബേജാറുണ്ടാവും. ഇപ്പൊ കൊടുക്കുന്നത് ഒരു കുപ്പിപ്പാലിനാണല്ലോ, വേണ്ടിയിരുന്നില്ല. ഇനി ഒരു 2 കൊല്ലെങ്കിലും ഗൾഫിൽ നയിക്കാതെ അത് പൈസ വിടൂല, അങ്ങനെയൊക്കെ തോന്നിയേക്കാം. എന്നാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല സ്വർഗവാസികൾക്കും ഒരു സ്വർഗവാസി, അവസാനത്തെ സ്വർഗവാസി മറ്റുള്ളവർക്ക് ചേർത്താൽ അവന്റെ കയ്യിൽ നിഅമത്ത് കുറവാണ്. അവൻ കൊടുത്താലും അല്ലാഹു അവന് കൊടുത്തതിൽ നിന്ന് അല്പം പോലും കുറയുകയില്ല. ഇതാണ് സ്വർഗം. അതെങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇബ്നു മർദവൈഹി عن أبي هريرة رضي الله عنه رسول الله صلى الله عليه وسلم قال إن أدنى أهل الجنة هلا قوم يخرجهم الله من النار برحمته بعد أن يحترقوا يرتاح لهم الرب إنهم كانوا لا يشركون بالله شيئا. നരകത്തിൽ കടന്നിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്ന ആളുകളുണ്ട്. ആകെ കരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെടികളെ മുളപ്പിക്കും പോലെ മുളപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതന്നെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യന്മാർ ചെടി മുളക്കും പോലെ മനുഷ്യന്മാർ നരകത്തിൽ നിന്ന് പുറത്തു വന്നാൽ കരിക്കട്ട പോലെയുള്ള മനുഷ്യർ ചെടി മുളക്കുന്നത് പോലെ മുളക്കും എന്ന് പിന്നെ അവരുടെ റൂഹിനെ അവരുടെ ശരീരങ്ങളിലേക്ക് മടക്കപ്പെടുമ്പോൾ ഖാലു അവർ പറയും, റബ്ബനാ പടച്ചവനെ അഖ്റജ്തനാ മിനന്നാരി വറജഅതൽ അർവാഹി ഇലാ അജ്സാദിനാ ഫസ്രിഫ് വുജൂഹനാ അനിന്നാർ. റബ്ബേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുത്തു, അത് പോരാ, ഇനി നരകഭാഗത്തേക്ക് ഞങ്ങളെ മുഖം തിരിഞ്ഞേ പോകരുത്, ആ രൂപത്തിലാക്കി തരണമേ എന്ന് പറയും. അപ്പൊ അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കും. അവരെ മുഖത്തെ പൂർണ്ണമായി അല്ലാഹു നരകഭാഗത്ത് നിന്ന് തിരിച്ചു കൊടുക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ അല്ലാഹു തആല നല്ല തണലുള്ള ഒരു മരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഫയഖൂലുന, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, കല്ലദീ അഖ്റജ്തനാ മിനന്നാരി ഫൻഖുൽനാ ഇലാ ളില്ലി ഹാദിഹി ശജറ, ആ നരകത്തിനെ പുറത്തെടുത്തതുപോലെ ആ മരച്ചുവട്ടിലേക്ക് ഞങ്ങളെ നീ ആക്കി തരണമേ. ഫയഫഅലു, അപ്പോൾ അല്ലാഹു അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തു കൊടുക്കും. ഫറയറൂന അബ്വാബൽ ജന്ന, ആ മരച്ചോട്ടിൽ അവർ വിശ്രമിക്കുമ്പോൾ അവർ സ്വർഗത്തിന്റെ വാതിൽ കാണാൻ കഴിയും. വാതിലുകൾ സ്വർഗത്തിന് 8 വാതിലുണ്ട്. അതൊക്കെ നമ്മളെ വിശദീകരണത്തിൽ പിന്നീട് വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 8 വാതിലും അതിന്റെ പ്രത്യേകതയും അതിന്റെ പേരുകളൊക്കെ പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മരച്ചുവട്ടിൽ നേരത്തെ നരകത്തിൽ കടന്നിരുന്ന ഇവര് ആ മരച്ചുവട്ടിൽ എങ്ങനെ വിശ്രമിക്കും? അപ്പോൾ അവർക്ക് സ്വർഗത്തിന്റെ വാതിലുകളെ കാണാനാവും. അപ്പോൾ അവർ പറയും, റബ്ബനാ കല്ലദീ അഖ്റജതനാ മിനന്നാരി ഫൻഖുൽനാ ഇലാ അബ്വാബിൽ ജന്ന, ആ സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ. ഫയഫഅലു, അല്ലാഹു തആല അങ്ങനെ ചെയ്തു കൊടുക്കും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അടുപ്പിച്ചു കൊടുക്കും. എന്തിലേക്ക്? എവിടേക്ക് അടുക്കും അവര്? പറ, എവിടേക്ക്? എവിടേക്ക്? സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് ആക്കി കൊടുക്കും. فإذا نظروا ما إلى ما فيها من الخيرات والبركات, സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തിലുള്ള ഈ വാതിൽക്കൽ നിന്നിട്ട് സ്വർഗത്തിലെ മഹാനേട്ടങ്ങൾ അവർക്ക് കാണാനാവും. അപ്പോൾ അവർ പറയും, റബ്ബനാ അഖ്റജ്തനാ മിനന്നാരി ഫഅദ്ഖിൽനൽ ജന്ന, പടച്ചവനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വാതിൽക്കൽ നിന്നിട്ട് ഉള്ളിൽ കയറാൻ പൂതിയാവും. അപ്പോൾ അല്ലാഹു നമ്മുടെ ഉള്ളിൽ കയറാൻ വേണ്ടി അവരെ അപേക്ഷിക്കും. അപ്പോൾ അല്ലാഹു തആല അവർക്ക് അവരെ ഫയഫഅലു, അല്ലാഹു അങ്ങനെ ചെയ്തു കൊടുക്കും. ഫയദ്ഖുലൂനൽ ജന്ന, അപ്പോൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം കൊടുക്കും. അങ്ങനെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. പിന്നെ അല്ലാഹു അവരോട് പറയും, തമന്നു, ഇനി നിങ്ങൾ ആഗ്രഹിച്ചോളി, ആഗ്രഹിച്ചോക്കാൻ തരാം. അപ്പൊ അവരെവിടെ കയറി? നേരത്തെ എവിടെയായിരുന്നു? നരകത്തിൽ. അവിടുന്ന് കയറ്റി, പിന്നെ അവരെ മുളപ്പിച്ചു, പിന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു നരകത്തിന്റെ ഭാഗത്തിന് അവരെ മുഖം തന്നെ തിരിച്ചു കൊടുത്തു, പിന്നെ അവരെ മരച്ചോട്ടിൽ വിശ്രമിപ്പിച്ചു, പിന്നെ അവരെവിടെ എത്തിച്ചു?
വാതിൽക്കലെത്തിച്ചു. പിന്നെ അവർ വാതിൽ കണ്ടപ്പോൾ ഉള്ളു കാണാൻ പൂതിയായി, ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അല്ലാഹു അവരോട് പറയും, നിങ്ങൾ ആഗ്രഹിച്ചോളൂ, എന്താ വേണ്ടത്? ഫയഖൂലൂന, അവർ പറയും, യാ റബ്ബി ആതിനാ യാ റബ്ബി ആതിനാ യാ റബ്ബി ആതിനാ, പടച്ചോനെ ഞങ്ങൾക്ക് നീ താ. നോക്ക്. അപ്പൊ അല്ലാഹു കൊടുക്കും. ഹത്താ ഖാലു ഹസ്ബുനാ റബ്ബുനാ, മതിയായി പടച്ചോനെ എന്ന് പറയുന്നത് വരെ ഇവർ പറയണം. എന്ത് പറയണം? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവരെ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അല്ലാഹു തആല അവരോട് ആഗ്രഹിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവർ ആഗ്രഹിക്കും, അത് കൊടുക്കും. പടച്ചോനെ നീ റബ്ബനെ ഞങ്ങൾക്ക് തരണേന്ന് പറയും. അപ്പൊ അല്ലാഹു തആല അവർക്ക് കൊടുക്കും. ഏത് പറയുന്നവരെ? റബ്ബേ ഞങ്ങൾക്ക് മതി. അപ്പോൾ അല്ലാഹു പറയും, ലക്കും ഹാദിഹി വഅശറത്തും താരിഹാ, നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഈ മതി എന്ന് പറഞ്ഞ ഇതുവരെയും തരാം, പിന്നെ അതിന്റെ 10 അത്രയും തരാം. എന്താ പറയാ? നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ ഇത്രയും തരും, പിന്നെ അതിന്റെ 10 അത്രയും മതി എന്ന് നിങ്ങൾ പറഞ്ഞവരെ അത്രയും തരും, പിന്നെ അതിന്റെ 10 അത്ര വേറെയും തരും. സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ഹബീബില്ലാ, ഒന്നും എന്റെ വക പറയൂല, കിതാബ് കൊണ്ടെന്നേ പറയൂ. ആര് പേടിക്കണ്ട, ഇത് കിതാബ് വെച്ചേ പറയൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക് ഒന്നുകൂടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ എന്താ നോക്കി. നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കാം. നമുക്കതിനെ ആ രഹസ്യത്തിലേക്ക് നമുക്ക് ഇത്തിലാകാൻ കഴിയുകയില്ല. ആ യാഥാർത്ഥ്യം റബ്ബ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുമില്ല. റബ്ബ് നമുക്ക് മിസാലേ പറഞ്ഞിട്ടുള്ളൂ, ഹഖീഖത്തിനെ പറഞ്ഞിട്ടേ ഇല്ല. ചിന്തിക്കണം. വെള്ളി കൊണ്ടുള്ള സ്ഫടികം എന്ന് പറഞ്ഞു ഖുർആനിലായത്ത്. അപ്പൊ സ്വഹാബികൾ മനസ്സിലായില്ല എന്തുകൊണ്ട്. ഏതാ സൂറത്ത്? ഓട്. ഒരാൾ എണീറ്റ് നോട്, ആയത്ത് നോട്, ഒരാളോട്. ഏതാ സൂറത്ത്? ശരി, ഓട്. വാഹിദ് മിൻകും قوانير من فضة قدروها تقديرا. അതെ, قوانير من فضة قدروها تقديرا. വെള്ളിയുടെ സ്ഫടികങ്ങൾ എന്ന ആയത്തിൽ വന്നു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, മനസ്സിലാവില്ല, ഇതിന് മിസാലും ഇല്ല. വേറെ മിസാലും പറയാം, ഇതിന് മിസാലും ഇല്ല. വെള്ളിയുടെ സ്ഫടികം, വെള്ളിയുടെ സ്ഫടികം ഉണ്ട്. സ്ഫടികം എന്നാൽ എന്താ? പുറം കാണും പോലെ ഉള്ളു കാണണം. വെള്ളിയോ? വെള്ളി സാന്ദ്രമായൊരു ലോഹല്ലേ, അതിൻ്റെ ഉള്ളെങ്ങനെ കാണുക? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഗ്ലാസ് ആണെങ്കിലല്ലേ എന്ത് കാണൂ കുട്ടികളെ? പറയടോ, ഗ്ലാസ് ആണെങ്കിലല്ലേ പുറത്തു നിന്നിട്ട് എന്ത് കാണാൻ കഴിയൂ? ഉള്ളു കാണാൻ കഴിയൂ. വെള്ളിയുടെ ഉള്ളു കാണാൻ കഴിയൂ? വെള്ളി ഒരു ലോഹല്ലേ, സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് പോലത്തെ, കല്ല്, മരം പോലത്തെ പുറല്ലേ കാണൂ, എന്ത് കാണൂല? ഉള്ളു കാണെങ്കിൽ ഉള്ളു പൊളിക്കണം. അപ്പൊ പിന്നെ അത് പുറായി. ഇവിടെ എന്താ വന്നത്? അവർക്ക് തന്നെ
അവരെ പാകത്തിന് ഉപയോഗിക്കുന്ന സ്ഫടിക പാത്രങ്ങൾ. എന്തിന്റെ സ്ഫടികം? വെള്ളിയുടെ സ്ഫടികം. വെള്ളി കൊണ്ട് സ്ഫടികമോ? ഹബീബായ നബിയോട് ചോദിച്ചു, നബിയേ, ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഹബീബ് പറഞ്ഞു, അതിനൊരു മിസാല് പറയാൻ എനിക്കും കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സാധനം ദുനിയാവിൽ ഇല്ല. ദുനിയാവിൽ ഉണ്ടായില്ലല്ലേ? അപ്പം സ്വർഗത്തിൽ മരണ്ട്, ഇവിടെ മരണ്ട്. ക്വാളിറ്റി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശഭൂമി തമ്മിൽ വ്യത്യാസമല്ല. എന്നാലും ഒരു മരം കാണിച്ചു കൊടുക്കാലോ, പാലിന്ന് കാണിച്ചു കൊടുക്കാലോ. ഭയങ്കര വ്യത്യാസമുണ്ട്, എന്നാലും പാലിന്ന് കാണിച്ചു കൊടുക്കാലോ. തേന് സ്വർഗത്തിലുണ്ട്, പടിയുണ്ട്. പക്ഷെ ഒരു നിരക്കും അത് തമ്മിൽ ക്വാളിറ്റി ഒന്നല്ല. പക്ഷേ നമുക്ക് തേനെന്ന് പറഞ്ഞു കൊടുക്കാലോ, കള്ളെന്ന് പറഞ്ഞു കൊടുക്കാലോ. എന്നാൽ വെള്ളിയുടെ സ്ഫടികം അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. മിസാൽ എന്താ? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലം യൂജദ് മിസാലുഹു ഫിദ്ദുനിയാ, അതിന്റെ മിസാൽ ദുനിയാവിൽ കണ്ടെത്തുകയില്ല. ഇതിന് മിസാലും ഇല്ല. ഏതായത്തെ മോനെ, അപ്പോൾ അതിന് നമുക്കൊരു മിസാൽ പറയാനും കഴിയില്ല, ഉദാഹരണവും ഇല്ല. യഥാർത്ഥം അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, ചിലതിന് മിസാലും ഇല്ല. അതില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് ഇത് രഹസ്യമാണ്. അതിന്റെ ചില മഹാത്ഭുതങ്ങൾ നാളെ കാണിക്കും. ഇതാർക്കാണ് അല്ലാഹു തആല ഇവിടെ ഇത് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കാം. ഈ ആയത്തിന്റെ തുടക്കം മുതൽ ഒന്നും കൂടി പോരണം, എന്നിട്ട് എന്നാലേ ഇന്നത്തെ എക്സ്പ്ലനേഷൻ പൂർത്തിയാവൂ. ബാക്കി ഇതിന്റെ തന്നെ ബാക്കി നാളെ പറയും. പക്ഷെ ഇതൊന്ന് പൂർത്തിയാക്കണം. എന്ത്? ഓതി ആയത്തെ എവിടുന്ന? സജ്ജത, അലിഫ് ലാം മീം സജ്ജത അല്ലേ? ഏത് 16, 17 ആയത്ത് ഓത്. തത്ജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഈ ആയത്ത് പറയുന്നത് എവിടെയാ? തഹജ്ജുദ് നിസ്കാരത്തിന്റെ അടുത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.